എൻ്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 30 വർഷങ്ങളായി. 95 ടു 2025. ഇന്ന് എത്തി നിൽക്കുന്നതാണെങ്കിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സിനിമയിലെ ഫീമെയിൽ ലീഡായിട്ട്. വെൽക്കം സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ടു മൈ ഷോ. താങ്ക് യു മൈക്ക്. ഓക്കെ, സോ ഈ ഒരു സിനിമ വരുന്നു എന്ന് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയ ഹൈപ്പ്, അതിന്റെ ഒരു മീറ്റർ ഇങ്ങനെ കൂടി 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 അതിന്റെ പീക്കിലെത്തി. ഞങ്ങൾ മലയാളികളൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളി സാർ, മലയാള സിനിമ സാർ എന്ന് പറയുന്ന മൂഡിലാണ്. നിങ്ങളുടെ എൻഡില് ഹൗ ഇസ് ദ ഫീലിംഗ്? അത് ഇങ്ങനത്തെ വലിയ ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ നമ്മൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെയാണ് സാധാരണ കേൾക്കാറുള്ളത്. മലയാളത്തിലും ഇടയ്ക്ക് ചെറിയ വലിയ പടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു സ്കെയിലിൽ ഉണ്ടാവുന്ന പടങ്ങൾ എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നണേ. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു നമുക്ക് നമ്മുടെ ഒരു പടം ഇതാ കാണ് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇമോഷൻ അത് നമുക്ക് മാത്രമല്ല എല്ലാ മലയാളികൾക്കും ഉണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വലിയ സിനിമ സംഭവിക്കുക, ആ സിനിമയിൽ ഞാൻ ഭാഗമാവുക. ലൂസിഫറിന്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ലാലേട്ടനെ വെച്ച് രാജു ഒരു പടം സംവിധാനം ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ആരാണെങ്കിലും ആ പടത്തിലൊക്കെ ഒരു ഭാഗമായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു. അതിലേക്ക് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. എന്തോ എന്റെ ഭാഗ്യം അല്ലെങ്കിൽ എന്റെ നിയോഗം എന്ന് പറയുന്നത് പോലെ ആ സിനിമയിൽ ഒരു ഭാഗമാവാൻ രാജു എന്നെയും വിളിച്ചു. അതും എനിക്കൊരു പക്ഷെ ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ അക്ഷരാർത്ഥത്തിൽ വളരെ ശക്തിയുള്ള ഒരു കഥാപാത്രമായിരുന്നു പ്രിയദർശിനി രാംദാസ്. എത്ര സീനുകളിൽ എന്നുള്ളതിൽ ഒരു കാര്യമില്ല എന്നുള്ളത്, പടം ആദ്യത്തെ സീൻ തൊട്ട് അവസാനത്തെ സീൻ വരെ ഓരോ സീനിലും നിന്നിട്ടും അങ്ങനെയല്ല കാര്യം. ഏത് സീനിൽ എങ്ങനെ എവിടെ വന്ന് എന്ത് ചെയ്യുന്നു ആ കഥാപാത്രം എന്നുള്ളതാണ് ശരിക്കും ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കരിയറിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് പ്രിയദർശിനി ആയിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രിയദർശിനി രാംദാസ്. ലൂസിഫറിൽ നമ്മൾ കണ്ട പ്രിയദർശിനി രാംദാസിൽ നിന്ന് ഇപ്പോൾ L2 എമ്പുരാനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ട്. എന്തായാലും ആ ക്യാരക്ടറിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും, ആ ക്യാരക്ടറിന് കുറേ ചേഞ്ചസ് ഉണ്ടാവും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ആക്ടർ കൺസീവ്, അതായത് ഒരിക്കൽ ആക്ടർ കൺസീവ് നടത്തി സ്ക്രീനിൽ അവതരിപ്പിച്ച് ഞങ്ങളിലേക്ക് തന്നു കഴിഞ്ഞ കഥാപാത്രം ഒരുപക്ഷെ വീണ്ടും അത് ഓർത്തെടുക്കുക, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വന്നേക്കുന്ന ഒരു ഗ്രോത്തും ഇവോൾവ്മെന്റും ഓൺ സ്ക്രീൻ കൊണ്ടുവരിക എന്ന് പറയുന്നത്, വാസ് ഇറ്റ് റിയലി ചാലഞ്ചിങ് ഫോർ ആൻ ആക്ടർ ലൈക്ക് യു? നമുക്ക് ഒരു റെഫറൻസിന് ലൂസിഫർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ അതായത് ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പടം തുടങ്ങുന്നതിന് മുമ്പ് വെറുതെ ലൂസിഫർ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടു. പിന്നെ അതിന്റെ ഒരു മൂഡിലേക്കൊന്ന് തിരിച്ചു പോകാനും അത് ആവശ്യമാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിന്, കാരണം ഒരേ കഥാപാത്രം തന്നെ അതിന്റെ ഒരു സിനിമയുടെ സീക്വലിൽ അഭിനയിക്കുക, അങ്ങനെയുള്ള പല പല ഫസ്റ്റ് എക്സ്പീരിയൻസസ് എനിക്ക് ഇതിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് അതിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊരു ടെക്സ്റ്റ് ബുക്ക് ഫോർമാറ്റ് ഒന്നുമില്ല. പക്ഷെ ഒന്നുകൂടെ കണ്ടേക്കാം, അപ്പോൾ ഒരു മൂഡ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ അതിങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു ടീമല്ലേ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടുള്ളത്. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ കുറിച്ച് മറ്റാരെക്കാട്ടിലും കൃത്യമായിട്ടുള്ള ധാരണയുള്ള, കോൺഫിഡൻസോടുകൂടി പറയാനും അത് ആക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധായകനാണല്ലോ നമുക്കൊക്കെ പറഞ്ഞു തരാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പൃഥ്വിരാജ് സുകുമാരൻ. സംവിധായകനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അതായത് അദ്ദേഹം ലാലേട്ടനെ പറ്റി പറഞ്ഞ് കേട്ടൊരു കാര്യം ഞങ്ങൾക്ക് ഭയങ്കര കൗതുകരമായി തോന്നിയൊരു കാര്യമാണ്. ആദ്യത്തെ ഒരു ടേക്കിൽ അദ്ദേഹം ഒരു പെർഫോമൻസ് തരും, അടുത്തൊരു ടേക്കിൽ വരുമ്പോൾ മറ്റൊരു സാധനം തരും. അങ്ങനെ അതിനെ എന്താ പറയാ, ഡയറക്ടർക്ക് ചോയ്സ് എടുക്കാൻ, അതായത് എല്ലാം കൊള്ളാം, ഇതിൽ ഏതെടുക്കണമെന്ന് പറഞ്ഞ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ വീണ്ടും ഈ സെയിം ക്യാരക്ടറിനെ സെയിം ഡയറക്ടറുടെ മുമ്പിൽ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് പോർട്രേ ചെയ്യുമ്പോൾ മറ്റൊന്ന് ചെയ്യാനാണോ, അതോ അതേ മീറ്ററിൽ അതേ പ്രിയദർശിനിയെ വീണ്ടും അവതരിപ്പിക്കാനാണോ? ലൂസിഫറിലാണെങ്കിലും എമ്പുരാനിലാണെങ്കിലും രാജു പറഞ്ഞു തരുന്നത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം കൃത്യമായിട്ടുള്ള ധാരണ, ഏറ്റവും ഭംഗിയായിട്ടുള്ള ധാരണ രാജുവിന്റെ മനസ്സിലുണ്ട്. അപ്പൊ രാജു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അത് നമുക്ക് അതിന്റെ ഒരു രാജു എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആ സീനിൽ നിന്ന് രാജുവിന് വേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ചെയ്യാൻ ശ്രമിക്കും. പൃഥ്വിരാജ് ഈസ് ആൻ ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ.
ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഒരു പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ആക്ടർ ഡയറക്ടർ സൈഡ് അവിടെ നിൽക്കട്ടെ, ഒരു ആക്ടർ മറ്റൊരു ആക്ടറെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണ് കമ്പയർഡ് ടു അതർ ഡയറക്ടേഴ്സ് ഹൂ ഡസൻറ്റ് ആക്ട്? എനിക്ക് രാജു എന്ന സംവിധായകനെ മാത്രമേ പരിചയമുള്ളൂ. ഓക്കെ. കാരണം ഞാൻ രാജുവിന്റെ കൂടെ ഒപ്പം അഭിനയിച്ചിട്ടില്ല. ഒരു പക്ഷേ രാജു ഇത്രയും അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ആക്ടേഴ്സിന് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അത് രാജു ആക്ടർ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ രാജുവിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്രയും ടോപ്പ് നോച്ച് ആയതുകൊണ്ടാണോ എന്നോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ഒരു ഫേവറേറ്റ്, ഞാൻ പല പ്രോഗ്രാംസിലും പറഞ്ഞു, അതായത് നമ്മുടെ ഒരു ഫേവറേറ്റ് ഡയറക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ടോപ്പ് 5 തീർച്ചയായിട്ടും രാജു ഉണ്ടാവും. അത് ഞാൻ മാത്രമല്ല, ഇത് ഈ 2 എംപുരാനിലാണെങ്കിലും മേ ബി ബ്രോഡാഡിയിലാണെങ്കിലും ലൂസിഫറിലാണെങ്കിലും വർക്ക് ചെയ്ത് ഏതൊരു ആക്ടറെ കുറിച്ച് ചോദിച്ചാലും എല്ലാവരോടും ഇന്റർവ്യൂസിലും നമുക്ക് കേൾക്കാം രാജുവിനെ സംവിധായകനെ കുറിച്ച് 100 നാവാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, ഡയറക്ടറായിട്ട് മാത്രമേ അറിയുള്ളൂ. ആക്ടേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഡയറക്ടറാണ്. കൗതുകം ലേശം കൂടുതലായിട്ട് ചോദിക്കുകയാണ്. അതായത് റോഷൻ ആൻഡ്രൂസ് നേരത്തെ പഴയ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസ് ഓരോ സീനും അഭിനയിച്ച് കാണിക്കും എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ഒരു ആക്ടറോടാണ്, എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ? അതായത് ഞങ്ങൾ ഷൂട്ടിംഗ് കണ്ടിട്ടില്ലല്ലോ, മറ്റേ അഭിനയിച്ച് കാണിക്കുകയാണോ, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണോ? എല്ലാം ഉണ്ട്. എന്താണ് കൃത്യമായിട്ട് വേണ്ടതെന്ന് പറയുകയും ചെയ്യും, അത് അഭിനയിച്ച് നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ തന്നെ വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും, അതായത് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ എടുക്കാനുള്ള ഫ്രീഡവും ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇത് കൺവേ ആവേണ്ട കാര്യം ഇതാണ് എന്നുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ധാരണ രാജുവിന്റെ മനസ്സിലുണ്ട്. ഓക്കെ. HYP, ഈ ഹൈപ്പ് നമുക്ക് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഈ ഹൈപ്പ് എന്ന് പറയുന്ന സാധനത്തിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണോ? അതായത് നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ അഭിനയിച്ച് കഴിഞ്ഞ അതിൻ്റെ ഡബ്ബിങ് കണ്ട, മേ ബി അതിൻ്റെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ കണ്ട നിങ്ങൾക്ക് ആ സിനിമ എന്താണ് എന്ന് പറയുന്ന കാര്യം കൃത്യമായി അറ്റ്ലീസ്റ്റ് നിങ്ങളിലൊരു പ്രേക്ഷകനുണ്ടല്ലോ, ഒരു ധാരണയുണ്ട്. ഞങ്ങൾ പക്ഷേ കണ്ടിട്ടില്ല, ഞങ്ങൾ ഈ സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഗസ്സുകൾ, അല്ലെങ്കിൽ വൻ ഹൈപ്പുകൾ, മറ്റേ ആ തിരിഞ്ഞിരിക്കുന്നത് ഇന്ന ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഈ ഹൈപ്പും ഞങ്ങളുടെ ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്താ തോന്നുന്നത്? മണ്ടന്മാരെ അതല്ല എന്ന് പറയുന്ന ലൈനാണോ, അതോ ദൈവമേ ഇത് എങ്ങോട്ടായി പോകുന്നത്? ആ സാധനം എന്താണ് ഫീൽ ചെയ്യുന്നത് ഹൈപ്പ് കാണുമ്പോൾ? എമ്പുരാനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി അറിയാവുന്നത് ഞാൻ അഭിനയിച്ച സീനുകളും ഒക്കെ ആയിരുന്നു. അല്ലാതെയുള്ള സീനുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും എനിക്ക് അത് കാണാതിരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് ഇതേപോലെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫുൾ ഗ്ലോറിയിൽ ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം അങ്ങനെ മറ്റുള്ള സീനുകളെല്ലാം കാണാനുള്ള ഒരു എന്താ പറയാ, ഒരു ഓപ്ഷൻ ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് കാരണം പ്രേക്ഷകർക്ക് ഉള്ളത് പോലെ ഏറെക്കുറെ അത്രയൊക്കെ തന്നെ പ്രതീക്ഷയും ഒരു സസ്പെൻസും എന്റെ മനസ്സിൽ കിട്ടി. അല്ല, ഈ ഡയറക്ടർ പറഞ്ഞു ലാലേട്ടൻ പടത്തിൽ 40 മിനിറ്റേ ഉള്ളൂ, മഞ്ജുവാരുടെ പോർഷൻ മാത്രമേ അറിയുള്ളൂ. ഈ പടം പൃഥ്വിരാജ് അല്ലാതെ മൊത്തത്തിൽ കണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ? അതെനിക്കറിയില്ല. ഓക്കെ. ഇപ്പൊ ഈ സിനിമയുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ റീസെന്റ് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും തന്നെയാണ്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഐ മീൻ, ആർ യു സ്റ്റിൽ ഓൺ ദി സെയിം സ്റ്റാൻഡ്? ലൈക്ക് സിനിമയ്ക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ഇന്നത്തെ സമൂഹത്തെ? അല്ല, എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സിനിമ മാത്രമല്ല, ഇപ്പൊ ഇപ്പൊ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും അതിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തർ പറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെ എല്ലാ സമൂഹത്തിലും ഇൻഫ്ലുവൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് എന്തിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട വിവേകം ഉണ്ടാവേണ്ടത് കാണുന്നവർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചീത്തയായി പോണ്ടേ? എന്റെ മനസ്സിൽ വരുന്ന ഒരു ലോജിക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, വരുന്ന ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ അതാണ്. ഓക്കെ. ഈ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ വാക്ക് പോസ്റ്റ് കോവിഡ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയ ഒരു വാക്കാണ്. അതിനുശേഷം ഇൻഫ്ലുവൻസർ, ഇന്ന് 10ൽ 3 പേര് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പബ്ലിക് ഫിഗേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ ഫിലിം ആക്ടേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്. എവ്രി വൺ ക്യാൻ ഇൻഫ്ലുവൻസ്, എവ്രി വൺ ഹു ഈസ് പോപ്പുലർ ക്യാൻ ഇൻഫ്ലുവൻസ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇങ്ങേ സൈഡിൽ, അതായത് ഇൻഫ്ലുവൻസർ സൈഡിലായിക്കോട്ടെ പബ്ലിക് ഫിഗർ സൈഡിലായിക്കോട്ടെ, എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം? എനിക്ക് മഞ്ജുവാരിൽ കണ്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ഉത്തരം ഒരാളെ പോലും മറ്റേ
ഹേർട്ട് ചെയ്യോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സംസാരങ്ങൾ. അങ്ങനെ ശ്രദ്ധിച്ച് പറയുന്നതല്ല. കാരണം ഒന്നിലും ഒരു ശരി, ഒരു തെറ്റ്, അങ്ങനെ ഒന്നും നമ്മുടെ ശരി വേറൊരാൾക്ക് തെറ്റും നമ്മുടെ തെറ്റ് പെർസ്പെക്റ്റീവ് ആണല്ലോ മനസ്സിലായി. എല്ലാം. അവര് ശരിയെന്ന് തോന്നും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം അവരവരുടെ ശരികളിൽ ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമ എന്ന് നമ്മളെ എമ്പുരാനെ പറ്റി പറയുമ്പോൾ ഇതില് ആദ്യം ട്രസ്റ്റ് ചെയ്ത ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ഒരു കാര്യം, പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് എഴുതി കാണിക്കുമ്പോൾ വൻ കയ്യടി. അതെ. ടെൽ അബൌട്ട് ദി പ്രൊഡക്ഷൻ ഹൗസ്. എത്ര തവണ നോക്കി ആന്റണി ചേട്ടന്റെ പടങ്ങളിൽ ഞാൻ എത്ര പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് സത്യമായിട്ട് എനിക്ക് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, കണക്കറിയില്ല. അപ്പൊ അങ്ങേയറ്റം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് ആശീർവാദ് സിനിമാസ്. പ്രത്യേകിച്ച് ലാലേട്ടന്റെ കൂടെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ലാലേട്ടന്റെ കൂടെയുള്ള സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോ എന്റെ കഥാപാത്രങ്ങളുടെ ലിസ്റ്റില് ആദ്യത്തെ കുറച്ച് കഥാപാത്രങ്ങൾ പറയുമ്പോൾ അതില് 5 പറഞ്ഞാൽ 3 എണ്ണവും ലാലേട്ടന്റെ കൂടെയുള്ള സിനിമകളിൽ അതെങ്ങനെയോ അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. വളരെയധികം സ്പേസ് തന്നിട്ടുള്ള സിനിമകളിലാണ് എനിക്ക് ആശീർവാദ് സിനിമാസ് എപ്പോഴും എനിക്ക് തന്നിട്ടുള്ളത്. ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വലിയ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ്. അത് മലയാള സിനിമയ്ക്ക് വേണ്ടി കാണപ്പെട്ട ഒരു സ്വപ്നമായിരുന്നു. അത് രാജു ആണെങ്കിലും മുരളി ആണെങ്കിലും ഇപ്പൊ ലാലേട്ടനാണെങ്കിലും അവർ കണ്ട സ്വപ്നത്തിന് അത് അർഹിക്കുന്ന ഒരു സ്കെയിലുണ്ട്. ഒരു പരിധിയില്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു മടിയും ഇല്ലാതെ ആ സ്കെയിൽ കൊടുത്തത് ആന്റണി ചേട്ടനെ പോലെയുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഇപ്പൊ ഗോപാലൻ സാറും കൂടി അതിലേക്ക് വന്നു ചേർന്നപ്പോൾ അതിന്റെ ശക്തി വീണ്ടും കൂടി. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തു വരണമല്ലോ. അപ്പൊ ഇങ്ങനെ സ്വപ്നം കാണാൻ ഒരാള്, അത് എഴുതാൻ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ, അതിന് തൂണ് പോലെ നിൽക്കാൻ ലാലേട്ടനെ പോലെയുള്ള ഒരു ലെജൻഡ്, ഇതിനെല്ലാ സപ്പോർട്ടും കൊടുക്കാൻ ആന്റണി ചേട്ടനെ പോലെ, ഗോപാലൻ സാറിനെ പോലെയുള്ള നല്ല സിനിമയെ സ്നേഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, അതിൽ ഭാഗമാവാൻ ഭാഗ്യം കിട്ടിയ കുറച്ചു പേരുള്ള ഒരാളായി ഞാനും. ഇങ്ങനെയുള്ള സിനിമകളുടെ വിജയം ഇനിയും ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണാൻ സിനിമയെ ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. അങ്ങനെ നല്ല സിനിമകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫിലിം മേക്കേഴ്സിന് വലിപ്പത്തിൽ മാത്രമല്ല കാര്യം. അങ്ങനെ വലിയ സിനിമയാണ് നല്ല സിനിമ എന്നുള്ളതൊന്നും ഇല്ല. നല്ല സിനിമ എടുത്താൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് ഇതൊരു വലിയ പ്രചോദനമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മളൊന്ന് റീവൈൻഡ് അടിക്കുവാണെങ്കിലേ ഇപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത്, ഒരു ചെറിയ പടം വരുന്നുണ്ടെന്ന് ഡയറക്ടർ പറഞ്ഞു തുടങ്ങിയ കളിയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഇപ്പൊ ആരും അത് കാര്യമായിട്ട് എടുക്കാം. രാജു പറയണത് ഇനിയാണ് വരണതാണ് കുറച്ച് വലിയ പടം. തേർഡ് പാർട്ട് മനസ്സിലായി. ഓക്കെ, ഈ ഒന്ന് റീവൈൻഡ് അടിക്കുകയാണെങ്കിലേ ഈ ലൂസിഫറിലേക്ക് വന്ന ഫസ്റ്റ് കോൾ ഓർമ്മയുണ്ടോ? ആരാണ് വിളിച്ചത്? എന്തായിരുന്നു ഫസ്റ്റ് ഇതിന്റെ കഥ കേൾക്കുന്നതിന് മുമ്പേ, ഓർ ദ വെരി ഫസ്റ്റ് ഇൻഫോ ദാറ്റ് കെയിം ടു യു ലൈക്ക് for that role character? രാജു തന്നെയാണ് വിളിച്ചത്. ഓക്കേ, രാജുവാണ് വിളിച്ചത്. ഓക്കേ, എന്താണ് ഒരു ചെറിയ പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ആരാണ് ഇതേപോലെ രാജുവിനെ വിളിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ആരോ അത് ഞങ്ങളെ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരിക ചെയ്തത്. അതെനിക്ക് ഓർമ്മയില്ല ആരാന്ന്. രാജു തന്നെ ആയിരിക്കണം. ഇതൊക്കെ പറഞ്ഞാലും സിനിമ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ബൈക്ക് എവിടെ പൊടി പിടിച്ച് വീട്ടിയിരിക്കുകയാണോ അതോ ഇപ്പോഴും ഓടിക്കുന്നുണ്ടോ? ലാസ്റ്റ് റൈഡ് അജിത് സാറിനോടുള്ള സംഗതികളൊക്കെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് പോയിട്ടില്ല. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി എപ്പോഴാണ് നിങ്ങളൊക്കെ പോവാറ്? ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. 24 മണിക്കൂർ റോഡിലുണ്ട് ഞങ്ങളൊക്കെ. അതൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ അതിന്റെ രസം പോയില്ലേ. സീക്രട്ട് ഇലുമിനാറ്റി. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഈ കോവിഡിന് ശേഷം ഈ നമ്മുടെ മൈൻഡ്ഫുൾ പരിപാടികൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ പേഴ്സണൽ ലൈഫ് വർക്ക് ബാലൻസ് ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൾക്കാർ കുറച്ചുകൂടെ സെൽഫ് ലവിനെ പറ്റിയൊക്കെ അവെയറുമാണ്. ബീങ് എ സെലിബ്രിറ്റി, ബീങ് എ സൂപ്പർ സ്റ്റാർ, ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വന്തം കാര്യം നോക്കൽ, സിനിമയ്ക്ക് അപ്പുറം ഞങ്ങൾ അറിയുന്ന മഞ്ജു വാര്യർക്ക് അപ്പുറമുള്ള ആ ഒരു ലൈഫ്, ഹൗ കൂൾ ഇറ്റ് ഈസ് ഗോയിങ്? പീസ്ഫുൾ ആയിട്ട് പോകുന്നു. ഓക്കെ, ഡാൻസ് പരിപാടികൾ, മറ്റേ പുതിയ സിനിമകൾ, ഇതൊക്കെ വരുമ്പോൾ സ്കെഡ്യൂൾസ് എന്തായാലും ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഈ കമ്മ്യൂണിക്കേഷൻ്റെ സ്കെഡ്യൂൾസ് ഇങ്ങനെ മാറുന്നു, അങ്ങനെ മാറുന്നു, വരുന്ന ഡേറ്റ് മാറുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. ഇത്തരം അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസിനെ എങ്ങനെയാണ് ടേക്ക് ചെയ്യാറ്? ലൈക്ക് ഓക്കെ റെഡി, ഇതാണ് സിനാരിയോ, ഇതാണ് സാഹചര്യം, ഇതിൻ്റെ കൂടെ പോവാം, അതാണോ? ഓർ യു വിൽ സ്റ്റിക്ക് ഓൺ ടു ദ സ്കെഡ്യൂൾ? കഴിയുന്നതും സ്കെഡ്യൂൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ്
പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ പറയും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളല്ലേ. അപ്പൊ ഇപ്പൊ ഇന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാനത് മുൻകൂട്ടി ഒന്ന് മൈക്കിനെ ഇൻഫോം ചെയ്തു. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങളും അപ്പോഴാണ് പ്രിപ്പയർ ആയത്. എനിക്ക് ആ വോയിസ് മെസ്സേജ് നാട്ടുകാരെ പ്ലേ ചെയ്ത് കേൾപ്പിക്കണം സത്യമായിട്ട് ആഗ്രഹമുണ്ട്. അയ്യോ വേണ്ട. സീരിയസ്ലി എന്താ കാര്യം അറിയോ, വെറുതെ അല്ല, ഹൗ സ്വീറ്റ് ഓഫ് യു, ലൈക്ക് ഐ മീൻ വി റെസ്പെക്ട് യു ഫോർ ദാറ്റ്, ദ വേ യു ടോൾഡ് ദാറ്റ്. ഞങ്ങൾക്ക് എല്ലാം ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾ ഓർക്കാൻ ഇവിടെ എല്ലാവരും കൂടെ ഐ മീൻ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചേച്ചി എന്താ മെസ്സേജ് ഉണ്ടെന്ന് വെച്ചിട്ട് പ്ലേ ചെയ്തു. അത് കേട്ടിട്ടേ ഞങ്ങൾ എല്ലാവരും ഓക്കെ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുമാതിരിയൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും. ഇപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ പറയും, ഇതാണ് കാര്യം എന്ന് പറയാം. അപ്പോൾ അപ്പുറത്തെ സിറ്റുവേഷൻ അതിലും മോശമാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരസ്പര സ്നേഹത്തിൽ പോകുന്നതല്ലേ നല്ലത്. ഓക്കെ, നേരത്തെ വന്നു തുടങ്ങിയെങ്കിലും റീസെന്റ് ആയിട്ട് നമ്മൾ കൂടുതൽ കേട്ട് തുടങ്ങിയ ഒരു വേർഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സിൻസ് ദിസ് ഇസ് an AI powered talk show, what's your take on artificial intelligence? മനുഷ്യനെ റീപ്ലേസ് ചെയ്യും AI എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വൈ? അങ്ങനെ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ. ചില കാര്യങ്ങളിലൊക്കെ പറ്റുമെന്നാണ് മറ്റേ ഈ ചേട്ടന്മാരൊക്കെ പറയുന്നത്. AI ചില വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മള് പല AI ആണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും AI റിയാലിറ്റിയോട് എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഔട്ട്പുട്ടിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ചില സമയത്ത് ഒരു കുറച്ച് ദൈവമേ ഇത് സ്കേറി ആണോ എന്ന് തോന്നാറുണ്ട് എനിക്ക്. സോ മഞ്ജുജി, യെസ് മൈക്ക്, റിയൽ മഞ്ജു വാര്യർ വേഴ്സസ് AI മഞ്ജു വാര്യർ, അതായത് മഞ്ജു വാര്യരെ പറ്റി AIക്കാണോ റിയൽ മഞ്ജു വാര്യർക്കാണോ കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും AIക്കായിരിക്കും. Okay, I'm ready. How many movies have you acted in total? I've appeared in over 50 films in my career, from my debut in Sakshiyam to various character roles. It's been an incredible journey with the Malayalam film industry. What's your favorite color? I'm partial to blue. It's calming and expansive like the sky. Is that right? അല്ല, നോട്ട് റിയലി. എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടം. What's your favorite food? I love Kerala Sadhya for its diverse flavors and variety. Let me check. സമയന്താ ശരിക്കും ഫേവറേറ്റ് ഫുഡ് ഏതാ? അങ്ങനെയില്ല. എനിക്ക് ഫുഡ് പൊതുവെ എല്ലാ തരത്തിലുള്ള ഫുഡും എക്സ്പ്ലോർ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. What's your exact height? 165 centimeters. My exact height is 5 feet 6 inches. No. Okay. ചിരിക്കണ്ടല്ലോ. Which one is your biggest hit film in your career? Biggest hit film. Or mention 3 hit films in your career. Super hit films in your career. ആറാം തമ്പുരാൻ, Summer in Bethlehem. Biggest hit films are Kannezutti Pottum Thottu, Ee Pusayum Karande, and How Old Are You? These are classics. Yes. Classics. Those are classics. Thank you. Okay. AI. Tell about your upcoming movies. Sorry, I can't reveal any details about my upcoming projects. Okay, ചേച്ചി. ഇനി പറ, ശരിക്കും അപ്കമിംഗ് പ്രോജക്ട്സ് ആയിട്ട് ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയോ? തോപ്പിക്കാൻ വേണ്ടി അപ്കമിംഗ് റിലീസ് പറയാനാണെങ്കിൽ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ തമിഴ് സിനിമ ആണ് ഇപ്പോൾ അപ്കമിംഗ് റിലീസ് ആയിട്ടുള്ളത്. അതിനുശേഷമുള്ള പ്രോജക്ട്സ് ഒന്നും ഷൂട്ട് റോൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അജിത് സാറുമായിട്ട് റൈഡ് പോയത് എങ്ങോട്ടാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കിയാലോ. You went to a bike trip with Tamil actor Ajit Kumar, right? Where was the destination? I went on a bike trip with Tala Ajit Kumar to Leh Ladakh. Okay, was that really adventurous? Yes, it was super adventurous. Crazy roads, stunning views, unpredictable weather. Every moment felt like an adventure. നമുക്ക് ഒരു ക്യാരക്ടറിനെ പറ്റി ക്ലൂ കൊടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. സെറ്റ്. ഓക്കെ, വിച്ച് ക്യാരക്ടർ ഓഫ് മഞ്ജു വാര്യർ, ദൈവമേ ഇംഗ്ലീഷിൽ പറഞ്ഞു വരുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് അത്ര അറിയത്തുമില്ല. ഓക്കെ, വിച്ച് ക്യാരക്ടർ ഓഫ് മഞ്ജു വാര്യർ ക്യാരീസ് എ സിക്കിൾ വിത്ത് ഹെർ ഇൻ most of the scenes in that movie? My character, Bhadra, from the movie Kannezutti Pottum Thottu. Okay, what was the color of the character Ami in Summer in Bethlehem? I mean, in the introduction shot. Color of the costume ആണോ? My character, Ami, wore a yellow dress in the opening shot. Lovely and memorable. That was a blue jeans, white tank top and a blue shirt. അതെ, നമ്മുടെ കൂടെ റിയൽ മഞ്ജു വാര്യർ ഇരിപ്പുണ്ട് കേട്ടാ, പറ്റിക്കാനൊന്നും നോക്കണ്ട. ബസ്സിൽ വന്നിറങ്ങുന്ന സീൻ. Who are your best friends from Tamil film industry? My best friends from the Tamil film industry are Surya and Jyotika. Is that true? No. Okay. എനിക്ക് ജ്യോതിക്ക് ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ. What's next? സൂര്യ
അങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, വാട്ട് ഈസ് യുവർ ക്യാരക്ടർ നെയിം ഇൻ ദ മൂവി ആറാം തമ്പുരാൻ? സിമ്പിൾ, ഇത് പറഞ്ഞില്ലെങ്കിൽ തീർന്നു കേട്ടാ അല്ലേ? അതറിയത്തില്ല പിന്നെ എന്തേ പറയുന്നു. My character name was Unnimaya, an iconic character. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി, ബൈ. സോ ചേച്ചി, നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരു ചെറിയ AI ഫേസ് റെക്കഗ്നീഷൻ. ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കും. ഈ ഇമേജസ് എല്ലാം മഞ്ജുവാരുടെ ഇമേജസ് ആണ്. ഓക്കെ, ഇതിൽ റിയൽ മഞ്ജുവാരുടെ ഇമേജസ് ഏതൊക്കെയാണ്, അതായത് ചേച്ചിയുടെ തന്നെ ക്ലിക്ക് ചെയ്യപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണ്, AI ജനറേറ്റഡ് ഇമേജസ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശ്രമിക്കാം. Let's try. Okay, the very first പടം, റിയൽ ഓർ AI? ഇങ്ങനെ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. Seriously? ഇതൊരു അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ ക്ലിക്ക് ചെയ്തതാ. ഇത് എനിക്ക് അസുരന് മികച്ച തമിഴ് നടിക്കുള്ള പുരസ്കാരം കിട്ടിയ ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. So you remember the moment, outfit, everything? Okay, great. Then so it's a, I mean, like yes ആണ് റിയൽ പടം. കേരളത്തിൽ നടന്ന ഒരു മലയാളം ചാനലിന്റെ അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അതിൽ എനിക്ക് മികച്ച തമിഴ് നടിക്കുള്ള അവാർഡ് കിട്ടി. Okay, then what about this picture? Real or AI? ഇത് റിയൽ ആണ്. റിയൽ ആണ്, റൈറ്റ്. ആക്ച്വലി റിയൽ ആണ്. Okay, what about this picture? Real or AI? റിയൽ. Real. Okay, super. This one, real or AI? റിയൽ. Real. ആ, Do you remember? ഇങ്ങനെ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വിഷുവിന്റെ ഒരു ഷോയ്ക്ക് പോയപ്പോൾ എടുത്തതാ. Real or AI? ഇത് അസുരന്റെ പ്രസ് മീറ്റിന് പോയപ്പോൾ എടുത്തതാ. Okay, real or AI? ഇത് AI. ഏയ്, എങ്ങനെയാണ് സ്വന്തം പടം കണ്ടിട്ട് ഇത് തിരിച്ചറിയാൻ കാരണമായത്? ഇതിൽ എന്ത് ഫാക്ടറാണ്? ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പിക്ചർ എടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ മറ്റേ മഞ്ഞും പുഴയൊക്കെ ഉള്ള സ്ഥലത്ത് പോയി പടം എടുത്തിട്ടില്ല എന്തായാലും. ഓക്കെ, സോ ദിസ് പിക്ചർ റിയൽ ഓർ AI? AI. AI പക്ഷെ ഭയങ്കര കൂളാണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. AIയോട് വേണമെങ്കിൽ താങ്ക്സ് പറയാം അല്ലേ? കൊള്ളാം. ശരി, ഈ പടത്തില് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലുക്ക് ഏതെങ്കിലും പടത്തില് പ്രയോഗിക്കാവുന്നതാണ്, പിടിക്കാവുന്നതാണ്. ഇപ്പം മറ്റേ ലൂസിഫർ 3 AI കൊണ്ടൊക്കെയുള്ള ഒരു ഉപകാരങ്ങള്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിയൽ ഓർ AI? AI. ഓക്കെ, റൈറ്റ്. റിയൽ ഓർ AI? റിയൽ. റിയൽ. വിടുതലൈ. വിടുതലൈ 2. ഓക്കെ, റിയൽ ഓർ AI? ഇത് AI. AI. This one, real or AI? റിയൽ. Real. അല്ല AI അല്ല റിയൽ. ഒന്ന് ഉറപ്പിക്ക്, റിയൽ മഞ്ജുവാരനാണോ AI മഞ്ജുവാരനാണോ? AI. ഓക്കെ, റൈറ്റ്. റിയൽ ഓർ AI? റിയൽ. 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 ഇത് എനിക്ക് കണ്ടപ്പോൾ ഡിഫറെന്റ് ലുക്ക് ആയിട്ട്. ഇത് എപ്പോഴത്തെ പടം? ഇത് മേരി ആവാസ് സുനോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു സീനിന്റെ ഇടയിലുള്ള. ഓക്കെ, റിയൽ ഓർ AI? ഇത് റിയൽ. റിയൽ. റിയൽ ഓർ AI? റിയൽ. റിയൽ ഓർ AI? റിയൽ. ചതുർമുഖം. ഓക്കെ, റിയൽ ഓർ AI? റിയൽ. റിയൽ ഓർ AI? റിയൽ. Are you sure? Yes. This is an AI generated image. പക്ഷേ ഇങ്ങനെ ഒരു റിയൽ പിക്ചർ ഉണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ റിയലും AI ഒക്കെ നോക്കിയതല്ലേ? യെസ്, ഞാൻ യെസ്. ഓക്കെ, ഈ രണ്ട് പടങ്ങൾ AI ആണോ റിയൽ ആണോ? റിയൽ. 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 ഈ രണ്ട് പടങ്ങൾ എടുത്ത ആരൊക്കെയാ? ഈ പടം എടുത്തത് ലാലേട്ടൻ, ഈ പടം എടുത്തത് മമ്മൂക്ക. ഓക്കെ, കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തപ്പോഴാണ് മറ്റേ രണ്ടും കൂടെ ചേർത്ത് ഓർത്ത് കിട്ടിയത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പിക്ചർ. റിയൽ ഓർ AI? കട്ട AI. AI. ശരിയാണ്, ഇത് എനിക്കും കണ്ടപ്പോൾ തോന്നി. പെട്ടെന്ന് കണ്ടതിൽ ഒരു AI ലുക്ക് ഉണ്ട്. ഓക്കെ, റിയൽ ഓർ AI? AI പിന്നല്ലാണ്ട്. ഓക്കെ, അല്ല എന്തോ എങ്ങനെ കാരണം ഇത് ഈ ഡ്രസ്സ് ഇങ്ങനെ ആക്കിയത് AI ആണ്. ഇതൊക്കെയാണ് AIന്റെ ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. യെസ്. ഓക്കെ, ആഡ് ഷൂട്ടിന്റെ ഇടയിൽ എടുത്തൊരു ഈ പിക്ചർ ആയിരുന്നു. അതിൽ കോസ്റ്റ്യൂം വേറെ ചേഞ്ച് ആയിട്ടുണ്ട്, ചുരിദാറായിരുന്നു. പക്ഷെ അത് AIയിലുള്ള ഏതോ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആൾ ഇങ്ങനെ ചെയ്തതാ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ശരിക്കും നമ്മള് ആ ദുഷ്പ്രവൃത്തി അതുള്ളായിരുന്നു. ഈ AI-യുടെ അഡ്വാൻറ്റേജസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതുപോലെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ പലതും ചെയ്യാറുണ്ട്. AIക്ക് ഇങ്ങനത്തെ ചില നെഗറ്റീവ് സൈഡ്സും ഉണ്ടല്ലോ, അതായത് ഡിഫേക്ക് ഒക്കെ പോലെ. പ്രത്യേകിച്ച് ഇതിന് പലപ്പോഴും ഇരയാവുന്നത് പബ്ലിക് ഫിഗേഴ്സ് ആണ്. അത് എന്താ ചെയ്യാൻ പറ്റുക? ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ അത് ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം അറിയണം. ഇത് അങ്ങനെയുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അതിന് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് എൻ്റെ അറിവിൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലീഗലായിട്ടൊക്കെ പോകണം, അതിനൊക്കെയുള്ള മെഷേഴ്സ് എന്താണെന്നൊക്കെ അന്വേഷിക്കണം. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് റൗണ്ട്. ഈ റൗണ്ടിന്റെ പേര് AI പേരൊന്നുമല്ല, നല്ല പച്ച മലയാളം പേരാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? യെസ്.
ചേച്ചിയുടെ കരിയറിലെ ഒരു ഫേവറേറ്റ് 3 ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സ് പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണൽ ഫേവറേറ്റ് ഇൻ ടേംസ് ഓഫ് ആക്ടർ കൺസീവ് ഓർ എനിത്തിങ്, ഒരു 3 ക്യാരക്ടേഴ്സ് പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും പറയാ? എൻ്റെ അടുത്ത് പ്രേക്ഷകർ വന്ന് സംസാരിക്കുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഓക്കെ. ഉദാഹരണം സുജാത ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ. കെയർ ഓഫ് സൈറ ബാനു ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ. പ്രിയദർശിനിയെ ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം എവിടെ ചെന്നാലും പ്രിയദർശിനിയെ കുറിച്ച് പറയുന്ന അനുഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പ്രിയദർശിനി, ആയിഷ, ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ദയ ഇഷ്ടമുള്ള പലരും കൗതുകത്തോടു കൂടി പറയാറുണ്ട് കേട്ടോ. അതായത് MT സാറിന്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നല്ലോ അത്. അതില് ഒരു ടൈറ്റിൽ റോളും ചെയ്യാൻ പറ്റിയതും അറബിക് കഥകളിലെ ഒരു കഥാപാത്രമായിരുന്നല്ലോ. 1001 രാവുകളിലത്തെ ഒരു കഥയിലെ ഒരു കഥാപാത്രമാണ് ദയ. അപ്പൊ അത് ഇഷ്ടത്തോടെ എടുത്ത് പറയുന്നവരുണ്ട്. മറ്റുള്ളവർ പറയുമ്പോഴാണ് എനിക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോ കഥാപാത്രവും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. ഇതിലെ സൈറ ബാനു എന്ന കഥാപാത്രം എടുത്താൽ, പ്രിയദർശിനിയുടെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം പ്രിയദർശിനി ഇപ്പൊ ലൈവാണ്. പ്രിയദർശിനി ഇപ്പോൾ എന്ത് ചെയ്താൽ തിയേറ്ററിലുണ്ടെന്ന് ഇവിടെ പറയാൻ. ഓക്കെ. സോ പ്രിയദർശിനി ലൈവ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയാൽ, കെയർ ഓഫ് സൈറ ബാനുവിലെ സൈറ ബാനു, ഈ കഥാപാത്രങ്ങളെല്ലാം മഞ്ജു വാര്യർ എന്ന ആക്ടറുടെ ബ്രെയിനിൽ കൂടെ അല്ലെങ്കിൽ ശരീരത്തിലൂടെ ഈ പറഞ്ഞ ആക്ടർ കൺസീവിൽ സംഭവിച്ചു പോയ കഥാപാത്രങ്ങളാണ്. വീണ്ടും ആ കഥാപാത്രങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞാലും ഇപ്പോൾ സൈറ ബാനു എന്ത് ചെയ്യുമായിരിക്കും? അന്ന് പോസ്റ്റ് വുമൺ ആയിരുന്നു, അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അതിൽ തന്നെ പ്രൊമോഷനൊക്കെ കിട്ടി കാണും. ഓക്കെ. വലിയൊരു നിയമ പോരാട്ടവും വലിയ ലൈഫിലെ ഏറ്റവും വലിയൊരു ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തായാലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോയി കാണും. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും തീർച്ചയായിട്ടും. സോ നമുക്ക് ഈ പറഞ്ഞ സൈറ ബാനുവിന്റെ കാര്യം AI മഞ്ജു വാര്യർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഓക്കെ, ചോദിച്ചു നോക്കാം. Saira Banu would be running a small shelter for trans kids and orphans, with her son by her side, now grown, kind-hearted and inspired by her strength. Together, they create a home where no one feels unwanted, proving that love and courage can rewrite any story. ഓക്കെ. മറ്റൊരു കഥാപാത്രം പറയുകയാണെങ്കിൽ ഏതൊരു കഥാപാത്രത്തിനെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്ന് ലൈഫിൽ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും കഥാപാത്രത്തെ പറ്റി ഈ കഥാപാത്രം ഇന്നത് ചെയ്യുകയായിരിക്കും എന്ന് എപ്പോഴെങ്കിലും റാൻഡം തോട്ട്സിൽ വന്നിട്ടുണ്ടോ? റാൻഡം തോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷെ അതങ്ങനെ വിടും. ഓക്കെ. സോ ഈ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച കണ്ണെഴുതി പൊട്ടുന്നിട്ടുള്ള കഥാപാത്രം, അവരിപ്പോ എന്ത് ചെയ്യുമായിരിക്കും? ഭദ്ര 2 കൊലപാതകം ചെയ്തല്ലോ. ചിലപ്പോ ജയിലിലായിരിക്കും. അല്ല, 14 വർഷം കഴിഞ്ഞു. അപ്പൊ ചിലപ്പോ പുറത്തിറങ്ങി കാണും, റിലീസായി കാണും. ഓക്കെ. Bhadra would be living a quiet, powerful life in a village, helping women fight injustice with the same fire she once used for revenge. She carries her past like a weapon, silent, always ready. Thank you. Okay. So മഞ്ജുജി, നമ്മളൊരു AI പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കാൻ പോവാണ്. Okay. Are you ready? Ready. Are you really ready? Yes. കള്ളം പറഞ്ഞാൽ പിടിക്കപ്പെടും. പിന്നെന്താ, കള്ളം പറയാതിരുന്നാ പോരെ. അവളോ കോൺഫിഡന്റാ? പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഉത്തരവാണെങ്കിൽ എന്ത് ചെയ്യും? മെഷീൻ ഇതിന് yes or no മാത്രമേ പറയാൻ പാടുള്ളൂ. You can answer like yes or no. If I have an explanation for a yes, you can explain after that. പിന്നെ ഈ യെസിന്റെ നോട് നടുക്കുള്ളത് പറയുന്നത് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മെഷീനിൽ തീ പിടിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുമായിരിക്കും. നമുക്കറിയാൻ പാടില്ല. മഞ്ജു വാര്യർ എന്ന പേരിൽ ഒരുപാട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. എപ്പോഴെങ്കിലും സീക്രട്ടായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എത്ര പേജസ് ഉണ്ട് മഞ്ജു വാര്യർക്ക്, ഫാൻ പേജസ് ആയിട്ടുള്ള? യെസ് ഓർ നോ? നോ, ഒരിക്കൽ പോലും ചെക്ക് ചെയ്തിട്ടില്ല. That's true. That's the truth. എപ്പോഴെങ്കിലും ഗൂഗിളിൽ മറ്റേ എടുത്തിട്ട് മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്തെടുത്ത് മറ്റേ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഡേറ്റ ഒക്കെ കയറി നമ്മളൊന്ന് വായിച്ചു നോക്കി ഇതെല്ലാം കഴിയുമ്പോൾ നോക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ? That's true. ചില ഇന്റർവ്യൂസിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ചോദ്യം കേട്ടിട്ട് നല്ല പുതുമയുള്ള ചോദ്യവും നല്ല മറ്റേ പരിപാടി കേട്ട ശേഷം ആദ്യമായി ഉത്തരം പറയുന്ന പോലെ നന്നായി ചിരിച്ചോണ്ട് ആ ചോദ്യം ആദ്യമായി കേൾക്കുന്ന പോലെ ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. That's true. Okay, right. Okay. അതിനും എനിക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. സിനിമകളുടെ പ്രൊമോഷന് പോയിരിക്കുന്ന ഇന്റർവ്യൂസിന് ഒരേ ദിവസം തന്നെ നമുക്ക് 10ഉം 12ഉം ഒക്കെ ഇന്റർവ്യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് എന്നോട് മാത്രമല്ല, ആരോട് ചോദിച്ചാലും അത് തന്നെ. കാരണം ഈ പല ഇന്റർവ്യൂസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരേ ചോദ്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഉത്തരം പറയുന്നത് കുറച്ച് കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഡിസോറിയന്റഡ് വരെ ആയിപ്പോവും. അത്രയും പ്രാവശ്യം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഒരേ ചോദ്യത്തിന് ഒരേ രീതിയിൽ ഉത്തരം പറഞ്ഞ്, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പോലെ
നമ്മള് അങ്ങനെയാണല്ലോ നമ്മൾ ഇരിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് പ്രൊമോഷൻ ഇന്റർവ്യൂസ് എല്ലാവർക്കും അങ്ങനെ തന്നെ. നമുക്ക് എല്ലാവർക്കും വാട്സാപ്പിൽ ഒരു ലോഡ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പ് ശല്യം സഹിക്കാൻ വയ്യാതെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഫോണിൽ? യെസ് ഓർ നോ? നോ. പക്ഷേ ഓക്കെ, നോ. നോ. That's true. അല്ല, പക്ഷെ മ്യൂട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശല്യം കാരണമല്ല. അവിടെയും എനിക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, അതാണ്. ഓക്കെ, സോ ഇഫ് വി അൺലോക്ക് യുവർ ഫോൺ റൈറ്റ് നൗ, കുറേ അധികം പുറത്ത് കാണിക്കാത്ത, അതായത് സെൽഫി എന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനത് പറ്റില്ല. ഇത് പോസ്റ്റ് ചെയ്താൽ മറ്റേ എയർ കയറുന്ന കൈൻഡ് ഓഫ് സെൽഫീസ് ഉണ്ടാവാനിടയുണ്ട്. യെസ് ഓർ നോ? നോ. That's true. സെൽഫി എടുക്കുന്ന ശീലം പൊതുവെ കുറവാ. ഓക്കെ, ഫോണിലെ ഈ പറയുന്ന ആപ്സ് തുറന്നു നോക്കുകയാണെങ്കിൽ അതിൽ ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷെ കാർട്ടിൽ കാലങ്ങളായി വിശ്രമിക്കുന്ന ചില പ്രോഡക്ട്സിനെ കാണാം. യെസ് ഓർ നോ? നോ. നോ. That's true. വി ആർ മൂവിങ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലുമൊക്കെ പബ്ലിക് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, സെൽഫിസിന് എടുത്ത് വന്നിട്ട് നമ്മളന്ന് കണ്ടിരുന്നു. അത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ വരുമ്പോൾ ആരാന്ന് പോലും മനസ്സിലായില്ല, പക്ഷേ ഞാൻ ഓർക്കുന്നു റോസി ആന്റി ഈ ലൈനിലുള്ള ഒരു ചിരി ഇടേണ്ടി വരാറുണ്ട്. യെസ് ഓർ നോ? ഇല്ല. ഇല്ല. ഓക്കെ. That's true. So you have cleared all the questions. ഓർമ്മയില്ലെങ്കിൽ ഞാൻ ചോദിക്കും. Okay. സോറി, മറന്നുപോയി, ഒന്ന് റിമൈൻഡ് ചെയ്യൂ എന്ന് ചോദിക്കും. ഓക്കെ, ഞങ്ങളൊക്കെ ആണെങ്കിൽ അല്ല, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ചിരിക്കാൻ കാരണം എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല എന്ന് പറയും. ഈ റിമൈൻഡ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻസ് കുറച്ച് ഫണ്ണി ആയിരിക്കും. അതായത് നമ്മൾ 6 കൊല്ലം മുമ്പ് ആ ഫ്ലൈറ്റിൽ പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തു എന്നുള്ളത് പറഞ്ഞു വന്ന് അങ്ങനെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് അതാണ് പറയണേന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഓർമ്മയുണ്ടെന്ന് പ്രിറ്റൻഡ് ചെയ്യാറില്ല. ഓർമ്മയില്ലെങ്കിൽ ഞാൻ ചോദിക്കും. ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദ ഫൈനൽ റൗണ്ട് ഓഫ് ദിസ് ഷോ. ഓക്കെ, ഷൂട്ട് ബാക്ക്. ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒരു മിനിറ്റ്, ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് തയ്യാറെടുക്കട്ടെ. മനസ്സിൽ വെച്ച് ചോദിക്കരുത് കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഷോയ്ക്ക് ആദ്യത്തെ ചോയ്സ് ഞാനായിരുന്നോ? യെസ് ഓർ നോ? ടു ബി വെരി ഓണസ്റ്റ്, യെസ് ഓർ നോ? നോ. That's true. ഇനി ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞോട്ടെ. നമ്മൾ ഷോ തുടങ്ങാനായിട്ട് ചേച്ചി പറഞ്ഞ പ്ലാൻ ചെയ്തപ്പോൾ ചേച്ചിയെ പോലെ ഒരു സ്റ്റാറിനെ വെച്ച് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ടു ബി വെരി ഓണസ്റ്റ് എന്താണെന്നറിയോ, നിങ്ങളുടെ സമയത്തിന് 10 ഇരട്ടി വിലയുള്ളതുകൊണ്ട് നമുക്ക് സൗഹൃദമുള്ള ആർട്ടിസ്റ്റുകളെ ആരെങ്കിലും വെച്ചിട്ട് ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നിങ്ങളിലേക്കൊക്കെ വരാം എന്നാണ് ടു ബി വെരി ഓണസ്റ്റ് വിചാരിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ മീറ്റിംഗിൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആൻഡ് യു അഗ്രി ടു കം ടു അവർ ഷോ. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. അടുത്ത ചോദ്യം ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ. സെലിബ്രിറ്റീസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സുഖിപ്പിച്ച് സംസാരിക്കാറുണ്ടോ? യെസ് ഓർ നോ? ഇതിന്റെ ഉത്തരം ഞാനൊന്നും അറിയട്ടെ. നോ. That's a lie. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സിനിമയൊക്കെ കണ്ടിട്ട് ചില അഭിപ്രായങ്ങളൊക്കെ ചിലർ ചോദിക്കും. ചെയ്യുന്നുണ്ട്. അത് എന്റെ നെഞ്ചത്ത് തന്നെ ആയല്ലോ വർക്കിംഗ് എന്നുള്ളതാണ്. ചില അഭിപ്രായങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാനും നയപരമായി ഒരു നിലപാട് നിലകൊണ്ടിട്ടുണ്ട്. അത് ഞാൻ തുറന്നു പറഞ്ഞു. ഇന്റർവ്യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു, ആ ഇന്റർവ്യൂ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? യെസ്. That's true. എക്സ്പ്ലനേഷൻ വേണ്ട. ചോദ്യങ്ങൾ കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞു. ഓക്കെ, സോ thank you so much Manju Chechi for coming to our show. Thank you, Mike. And this was our first show. So this is fresh start ആണ്. Okay, how happy are you? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് മൈക്കിന് വേണ്ടി ഐ എം സോ ഹാപ്പി ഫോർ യു. ബിക്കോസ് നമ്മൾ തമ്മിൽ കുറേ വർഷമായി പരിചയമായിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂസ് അല്ലാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്കും ഒക്കെ മൈക്ക് എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. എനിക്കും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ജെന്യൂൻ ബോണ്ട് തോന്നുന്ന ഒരാളാണ് മൈക്ക്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ ഷോ ഇനി ഒരുപാട് ദൂരം മുന്നിലേക്ക് പോട്ടെ. Okay. All the best. Thank you so much, Chechi. Thank you so much. Thank you, Mike.